അമ്മ അന്ന് തന്നെ ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മേനെ ആക്കാനാണ്, അതായത് ബസ് കയറ്റാനാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പം ഞാൻ വണ്ടിയമ്മ ഉണ്ടാക്കാച്ചിട്ടായിരുന്നു, പക്ഷെ തേജപ്പുണ്ട് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നിട്ട് അങ്ങോട്ട് പോയിട്ടാ. രാവിലെ കല്യാണത്തിന് പോയോണ്ട് തന്നെ ഉച്ചത്തെ ഫുഡൊക്കെ അവിടെ നടന്നേ. അപ്പം പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതേ ബാഗ് എടുത്തിട്ട് അമ്മ നേരെ വീട്ടിലേക്ക് പോകട്ടെ ചെയ്യണത്. അപ്പം അവിടെ ഇതേ കട ഉണ്ട് കേട്ടോ, ബസ് സ്റ്റോപ്പിന്റെ അവിടെ. അപ്പം തേജപ്പിന് ഇതേ മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്ന് മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ റോട്ടിക്ക് കയറിനോട് കൂടിയിട്ട് തന്നെ ഇതേ ഒരു ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇനി 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ബസ് എന്ന് പറഞ്ഞു. തേജുനാണെങ്കിൽ വിശക്കുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ചേരം അമ്മയുടെ കൂടെ നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് ഇതേ മുരിങ്ങടലക്കറിയും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും മോര് കാച്ചിയതുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറുണ്ടു. പിന്നെ ഇതേ വൈകിട്ട് ഇതേ മേലൊക്കെ കഴുകിയിട്ട് നിൽക്കണം നിപ്പാണ് കേട്ടോ. അപ്പോൾ തേജു ആണെങ്കിൽ ഇതേ അവന് സൈക്കിൾ വേണം ഓടിക്കാൻ. സൈക്കിൾ ബാക്കിൽ ആ പണിയുടെ സമയത്ത് ബാക്കിൽ കൊണ്ടുവച്ചല്ലോ. അപ്പോൾ ഇത് എടുത്തു തരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മസ്ക് ഇട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഇതേ അവൻ ആ സൈക്കിൾ ബാക്കിൽ നിന്ന് എടുത്തു കൊടുത്തു. പിന്നെ രാവിലെ തിരുമ്പിയിട്ട ബെഡ്ഷീറ്റും കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേഗം എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ കമന്റ് ടോപ്പർ തന്നെ എടുക്കണ കാര്യം എല്ലാവരും മറന്നോന്നറിയില്ല, ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ 3ാമത്തെ വീഡിയോയാണ് കേട്ടോ ഇത് കമന്റ് ടോപ്പർ എടുക്കണത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മറക്കണ്ട കേട്ടോ. പിന്നെ തേജുവിന് ഇതേ സൈക്കിൾ കിട്ടിയ പാടെ തന്നെ അവന്റെ സൈക്കിൾ കഴുകണം എന്നും പറഞ്ഞിട്ട് ഇത് അത് നല്ല കഴുകലാട്ടോ. കുറേ നേരം വെള്ളം പിടിച്ചതാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആര്യ ഇതേ ഇവിടെ പാലട വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതിന്റെ തിരക്കിലും ആടുന്നു കേട്ടോ. ബാക്കിൽ കുറച്ച് ദിവസം ഇരുന്നോണ്ടാ തോന്നുന്നു സൈക്കിളും അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ എനിക്ക് കുറച്ചും കൂടിയും തിരുമ്പിയ തുണികൾ തോരടാണ്ടായിരുന്നു കേട്ടോ വൈകിട്ടത്തേക്ക് ഉള്ളത്. അപ്പോൾ അത് തോരട്ടു. പിന്നെ തേജു കഴുകണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടിയും കൂടി ഒന്ന് കഴുകാന്ന്. അപ്പം ഞാൻ കുറച്ച് സോപ്പും പൊടിയും കുറച്ച് സ്പോഞ്ചൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ വണ്ടി കഴുകട്ടെ. സോപ്പും പൊടി കണ്ടപ്പോൾ തേജുവിന് പിന്നെ ആക്രാന്ത് എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. ആകെ മൊത്തം സോപ്പിലിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവൻ്റെ സൈക്കിൾ അവൻ. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി കേട്ടോ. ഞാനും അതെ അവനും അതെ. എൻ്റെ കഴുകി കഴിഞ്ഞിട്ടും അവൻ്റെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഞങ്ങൾ വണ്ടി സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ അവൻ കുറേ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ വണ്ടി നല്ല തിളങ്ങുന്നുണ്ട്, എൻ്റെ വണ്ടി എന്താ തിളങ്ങാത്തതെന്നൊക്കെ ചോദിക്കേണ്ടിട്ട്. അപ്പം ഞാൻ നമ്മുടെ വണ്ടി പുതിയതായതുകൊണ്ട് പിന്നെ തിളങ്ങുമല്ലോ. തേജുവിൻ്റെ വണ്ടി കുറച്ച് പഴക്കമുണ്ട് കേട്ടോ, 2-3 കൊല്ലം മുന്നത്തെ വണ്ടിയാണ്. പിന്നെ ഞാൻ അത് വേഗം മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് കവർ ചെയ്തു കേട്ടോ. ഞാൻ കവർ ചെയ്യണ കണ്ടപ്പോൾ അവൻ്റെ വണ്ടിയും കവർ ചെയ്യണം. അവൻ എന്നിട്ട് അവസാനം പോയിട്ട് വിൻചാട്ടിൻ്റെ റെയിൻകോട്ട് എടുത്ത് കൊടുത്തിട്ടാണ് കവർ ചെയ്യണം. ഇനി വിൻചാട്ടം വരുമ്പോൾ റെയിൻകോട്ടും വെച്ച് കവർ ചെയ്തേക്കണത് കണ്ടിന് എന്താവും എന്തോ കേട്ടോ. പിന്നെ ഞങ്ങൾ ഓടിച്ചെന്നിട്ട് ഇതേ പായസം റെഡി ആയോ എന്നാട്ടോ നോക്കിയത്. അപ്പോൾ പായസം ഇതെല്ലാം റെഡിയാക്കിയിട്ട് അവൾ മൂടി വെച്ച് പോയിക്കായിരുന്നു കേട്ടോ, ഒന്നിങ്ങനെ കട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ വേഗം ചൂടോടക്കണ തന്നെ ഞാൻ പായസം എടുത്ത് കുടിച്ചു കൂട്ടാ. ആയിരിക്കും വിൻചാട്ടിനെ തേജുവിനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പായസം തണുപ്പിച്ച് കുടിക്കാനാണ് ഇഷ്ടം. എനിക്ക് 2 ടൈപ്പിലും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചൂടോടക്കനും കുടിക്കും തണുപ്പിച്ചിട്ടും കുടിക്കൂട്ടാ. അപ്പം ഞാൻ ആവേശത്തിൽ ഇതേ ചൂടോടക്കനെ കുടിച്ചു. തേജു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ചെയ്തുള്ളൂ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.